ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ 2 മത്സരങ്ങൾ അവസാനിച്ച് കഴിഞ്ഞിരിക്കുകയാണല്ലോ. നമുക്കറിയാമല്ലോ, ആദ്യ ദിവസം ന്യൂസിലാൻഡും പാകിസ്ഥാനും തമ്മിൽ നടന്ന മത്സരത്തിൽ ന്യൂസിലാൻഡ് പാകിസ്ഥാനെ 60 റൺസിന് തകർത്ത് തെരിപ്പണമാക്കുമ്പോൾ രണ്ടാം ദിവസം ബംഗ്ലാദേശ് ടീം ഇന്ത്യയോട് പൊട്ടി തകരുകയായിരുന്നു. ചുരുക്കം പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് എയിലെ 4 ടീമുകളും മത്സരം കളിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫി 2 ഗ്രൂപ്പുകളാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഈ 2 ഗ്രൂപ്പുകളിലും 4 വീതം ടീമുകളും. തീർച്ചയായിട്ടും ഈ 4 വീതം ടീമുകളിൽ 2 വീതം ടീമുകളായിരിക്കും സെമി ഫൈനലിലേക്ക് കടന്നു പോവുക. അതായത് ഗ്രൂപ്പ് എയിൽ നിന്നും 2 ടീമുകൾ, ഗ്രൂപ്പ് ബിയിൽ നിന്നും 2 ടീമുകൾ. ഇതിൽ ഗ്രൂപ്പ് എയിലെ 4 ടീമുകളും മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവരിൽ ആരൊക്കെയായിരിക്കും സെമി ഫൈനലിലേക്ക് കടക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു ഏകദേശ ധാരണയായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ ടീമുകളും 3 മത്സരങ്ങളാണ് കളിക്കേണ്ടിയിരിക്കുന്നത്. ആ ഒരു 3 മത്സരങ്ങൾ കളിച്ചു കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന 2 ടീമുകൾ ആരൊക്കെയായിരിക്കുമോ അവരാണ് സെമി ഫൈനലിലേക്ക് കടന്നു പോകുന്നതും. ഇപ്പോൾ നിലവിൽ പോയിന്റ് ടേബിൾ പരിശോധിക്കുമ്പോൾ ന്യൂസിലാൻഡാണ് 1ാം സ്ഥാനത്തുള്ളത്. അതെ, ഒരു മത്സരം കളിച്ചു, ഒരു മത്സരം വിജയിച്ചു, 2 പോയിന്റുകൾ നേടി. ടീം ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയും ഒരു മത്സരം കളിച്ചു, ഒരു മത്സരം വിജയിച്ചു, 2 പോയിന്റുകൾ നേടി. പക്ഷേ നെറ്റ് റൺ റേറ്റിന്റെ ആധിപത്യത്തിലാണ് ന്യൂസിലാൻഡ് നിലവിൽ 1ാം സ്ഥാനത്ത് പോയിന്റ് ടേബിളിൽ തുടരുന്നത്. ബംഗ്ലാദേശും പാകിസ്ഥാനും കളിച്ച ആ ഒരു മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയത് കൊണ്ട് തന്നെ അവർ 2 പേരും 0 പോയിന്റുകളുമായിട്ട് 3-4 സ്ഥാനങ്ങളിലാണ് യഥാക്രമം നിൽക്കുന്നത്. ബംഗ്ലാദേശ് 3ാം സ്ഥാനത്താണെങ്കിൽ പാകിസ്ഥാൻ വളരെ കുറഞ്ഞ നെറ്റ് റൺ റേറ്റുമായി 4ാം സ്ഥാനത്താണുള്ളത്. ഇവിടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ടോപ്പ് 2 ടീംസ് വിൽ ബി പ്രോഗ്രസ് ടു സെമി ഫൈനൽസ്. ആദ്യ 2 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ടീമുകളായിരിക്കും സെമി ഫൈനലിലേക്ക് പോകുന്നതും. സോ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. ഗ്രൂപ്പ് എയിൽ നിന്നും സെമി ഫൈനലിലേക്ക് കടക്കുന്ന ടീമുകൾ ആരൊക്കെയായിരിക്കും? അതെ, തീർച്ചയായിട്ടും ന്യൂസിലാൻഡിന് ഇനി മത്സരങ്ങളുള്ളത് ഇന്ത്യയോടും അതുപോലെ തന്നെ ബംഗ്ലാദേശിനോടുമാണ്. ബംഗ്ലാദേശിനോടുള്ള മത്സരത്തിൽ ന്യൂസിലാൻഡ് എന്തായാലും വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വലിയ അട്ടിമറികൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ബംഗ്ലാദേശിന് ഇനി മത്സരങ്ങൾ ബാക്കിയുള്ളത് പാകിസ്ഥാനോടും അതുപോലെ തന്നെ ന്യൂസിലാൻഡിനോടുമാണ്. ഈ 2 മത്സരങ്ങളിലും ബംഗ്ലാദേശ് ഈ 2 ടീമുകളെയും തോൽപ്പിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വളരെ സാധ്യത കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിലേതെങ്കിലും ഒരു ടീമിനെ ബംഗ്ലാദേശ് തോൽപ്പിച്ചു എന്ന് വെക്കുക, എന്നാൽ കൂടി അവർക്ക് സെമി ഫൈനലിലേക്ക് കടക്കാൻ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ 2 ടീമുകളെയും ഇനി ബംഗ്ലാദേശ് തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ നടക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും പാകിസ്ഥാനിന് മത്സരങ്ങൾ ബാക്കിയുള്ളത് ഇന്ത്യയോടും അതുപോലെ തന്നെ ബംഗ്ലാദേശിനോടുമാണ്. പാകിസ്ഥാൻ ഈ വരുന്ന ഞായറാഴ്ച ടീം ഇന്ത്യയോട് ഏറ്റുമുട്ടുന്നുണ്ട്. അതൊരു ഗംഭീര പോരാട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇന്ത്യയോട് മുട്ടി നിൽക്കാനൊക്കെ ഈ പാകിസ്ഥാൻ ടീമിനെ കൊണ്ട് കഴിയുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിവീസിന് ഇനി 2 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. ടീം ഇന്ത്യയോടും ബംഗ്ലാദേശിനോടുമാണ് ന്യൂസിലാൻഡിന് ഇനി ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിക്കാനുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ ന്യൂസിലാൻഡ് വിജയിച്ചാൽ തന്നെ അവർക്ക് 4 പോയിന്റുകളാവും. എന്നാൽ നേരെ മറിച്ച് ഇതേ 4 പോയിന്റുകളിലേക്ക് പാകിസ്ഥാനും ബംഗ്ലാദേശിനും എത്തണമെങ്കിൽ ഇനിയുള്ള 2 മത്സരങ്ങൾ, അതായത് ബംഗ്ലാദേശിനാവട്ടെ ന്യൂസിലാൻഡിനോടും അതുപോലെ തന്നെ പാകിസ്ഥാനോടും വിജയിക്കണം. അതുപോലെ തന്നെ പാകിസ്ഥാനാവട്ടെ ബംഗ്ലാദേശിനോടും ടീം ഇന്ത്യയോടും വിജയിക്കണം. ശരിയാണ്, ഇതൊരു ICC ടൂർണമെന്റ് ആണ്. പക്ഷേ ഒരു ടീമിനെയും നമുക്ക് ഇപ്പോൾ തന്നെ വിലയിരുത്തി കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ തന്നെ ഓരോ മത്സരവും ഫൈനൽ പോലെ കളിക്കേണ്ട ഈ ഒരു ടൂർണമെന്റിൽ ഇനിയുള്ള നിലവിലെ സാഹചര്യം വെച്ചുകൊണ്ട് ഇനിയുള്ള സെമി ഫൈനൽ സാധ്യത മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ന്യൂസിലാൻഡും ടീം ഇന്ത്യയും തന്നെ സെമി ഫൈനലിലേക്ക് കടക്കാനുള്ള സാധ്യത തന്നെയാണ് തെളിഞ്ഞു വരുന്നതും. പാകിസ്ഥാനും ബംഗ്ലാദേശും പുറത്തു പോകാനുള്ള സാധ്യതയും ഇപ്പോൾ തന്നെ തെളിയുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ 2 ടീമുകളും ഗംഭീര വിജയങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ഇനിയുള്ള 2 മത്സരങ്ങളും വിജയിക്കേണ്ടിയിരിക്കുന്നു. കാത്തിരിക്കാം ഗ്രൂപ്പ് എയിൽ നിന്നും സെമി ഫൈനലിലേക്ക് കടക്കുന്ന ടീമുകൾ ആരൊക്കെ ആയിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയും. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന സൗത്ത് ആഫ്രിക്ക വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ തമ്മിലുള്ള ഗ്രൂപ്പ് ബിയിലെ ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടത്തിന് വേണ്ടിയും. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.